ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് നവംബർ മാസം 1-ാം തീയതി 306-ാമത്തെ ദിവസത്തിലെത്തി. പരിശുദ്ധ സഭയുടെ പഠിപ്പിക്കൽ അനുസരിച്ച് ഇന്ന് കൂദോസ് ഈത്തോ ഞായറാണ്. സഭയുടെ ശുദ്ധീകരണ പെരുന്നാൾ ദിനമാണ്. സഭയുടെ ആരാധനാ വർഷത്തിൻ്റെ കലണ്ടർ ഇന്ന് ആരംഭിക്കുകയാണ്. സഭ എന്നാൽ നമ്മൾ ഓരോരുത്തരും ആണെന്ന് ഇതേ വേദിയിൽ ഇതിനോടകം ഒരുപാട് തവണ വിശദീകരിച്ചത് ആവർത്തിക്കുന്നില്ല. നമ്മുടെ വ്യക്തിപരമായ ശുദ്ധീകരണം ചുറ്റുപാടുകളെ ഒരുപാട് സ്വാധീനിക്കും, സാഹചര്യങ്ങളെ മാറ്റിമറിക്കും. മാറ്റങ്ങളുടെ തുടക്കം അങ്ങനെ നമ്മളിൽ നിന്നാവട്ടെ. യേശുവിൻ്റെ മനോഹരമായ 2 ചോദ്യങ്ങളുണ്ട്. അതും തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യ സമൂഹത്തോടാണ്. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 27 മുതൽ നമുക്ക് വായിച്ചു കിട്ടുന്നുണ്ട്. 1. ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? അതിനവർക്ക് പല ഉത്തരങ്ങളായിരുന്നു. എല്ലാം കേട്ടിട്ട് വീണ്ടും യേശു ചോദിക്കുന്നുണ്ട്. അതാണ് 2-ാം ചോദ്യം. എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം കൊടുത്തേ മതിയാവും. അതൊരു വലിയ ബാധ്യത കൂടിയാണ്. ക്രിസ്തുവിൻ്റെ വഴികളിലൂടെ നടക്കുന്നു എന്ന് ഭാവിക്കുന്ന ഓരോരുത്തർക്കും ഒട്ടും എളുപ്പമല്ല ഇതിനുള്ള വ്യക്തിപരമായ ഉത്തരം കണ്ടെത്തുക എന്നത്. ഒരു സ്വയം ശുദ്ധീകരണ പ്രക്രിയയിലൂടെ ജീവിതത്തെ കടത്തിക്കൊണ്ടുപോകാൻ സാഹസം കാണിക്കുന്നവർക്ക് മാത്രം ഒരുപക്ഷെ സാധിച്ചു കിട്ടും. ആദ്യത്തെ ചോദ്യവും ഉത്തരവും എത്ര എളുപ്പമാണെന്ന് അറിയാമോ? എന്തു പറഞ്ഞാലും അത് ഉത്തരമാണ്. അത് പൊതുവിൻ്റെ പറച്ചിലുകളെ നമ്മളും ആവർത്തിക്കുകയാണ്. ഒരു ഒഴുക്കിനകത്ത് ഒരാളാണ് നമ്മൾ ഇന്ന് സങ്കല്പിച്ചാൽ. ലക്ഷ്യങ്ങളൊന്നും നമുക്ക് വ്യക്തമായിട്ടില്ല കൃത്യമായിട്ടും. ഈ ഒഴുക്ക് ഒഴുകുന്നതിനനുസരിച്ച് അങ്ങ് പോകുക മാത്രമേ ഉള്ളൂ. എന്നാൽ എപ്പോഴെങ്കിലും വ്യക്തിപരമായൊരു കൂടിക്കാഴ്ചയ്ക്ക് പ്രാധാന്യമുണ്ട്, സന്ദർഭവും സമയവും പ്രസക്തിയുമുണ്ട്. അങ്ങനെ യേശുവുമായിട്ടുള്ള വ്യക്തിപരമായൊരു കൂടിക്കാഴ്ചയിൽ നമ്മൾ ഓരോരുത്തരും എന്തുത്തരം കൊണ്ടായിരിക്കും യേശുവിനെ തൃപ്തിപ്പെടുത്താനായിട്ട് പോവുക? നമ്മൾ ഈ കാലം അത്രയും ചെയ്തു വരുന്ന പരിഹാര ക്രിയകളൊക്കെ സത്യത്തിൽ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഉത്തര വഴികളിലൂടെയാണ്. പത്രോസ് കൊടുത്ത മറുപടി ഒന്നുമല്ല ഇക്കാലത്തിന് നമുക്ക് പ്രധാനപ്പെട്ടത്. പിന്നെ എൻ്റെ ഉത്തരമാണ്. കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ കരങ്ങൾക്കുള്ളിൽ ആയിരിക്കുമ്പോഴും നമുക്ക് ആശങ്കയിലാണ്. ആരാണ് കർത്താവ്? ഈ യേശു എനിക്കാരാണ്? അങ്ങനെ സഭയുടെ ശുദ്ധീകരണ പെരുന്നാളിലൂടെ കടന്നു പോകുന്നതിലൂടെ നമ്മൾ ഓരോരുത്തരും ശുദ്ധീകരിക്കപ്പെടുക വലിയ ലക്ഷ്യമാണ്, വലിയൊരു ആഹ്വാനമാണ്. അവഗണിച്ച് കളയരുത്. ഇന്ന് കേരള പിറവി ദിനം കൂടിയാണ്. 1956-ാമത്തെ ആണ്ടിനെ അല്ല അനുസ്മരിക്കേണ്ടത്. പിന്നെ 2020-ഉം ഒപ്പം 2021-നെയൊക്കെയാണ് നമ്മളും ഒന്ന് കുറച്ചുകൂടി വിശാലമായി സങ്കല്പിച്ചെടുക്കേണ്ടത്, സ്വപ്നം കാണേണ്ടത്. പ്രാർത്ഥനയോടുകൂടി വിശുദ്ധിയുടെ ഒരു പുതിയ മേച്ചിൽ സ്ഥലങ്ങളിലേക്ക് നമുക്കും വിശ്വസ്തയോടുകൂടി പ്രവേശിക്കാം. ആമേൻ.